ഹായ്, നമ്മൾ ഇപ്പോൾ ഇൻട്രഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്നുള്ള ചാപ്റ്റർ ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആറാമത്തെ ചാപ്റ്റർ. അതിനുള്ളിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് എ പ്രോഗ്രാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീ പ്രോസസർ ഡയറക്റ്റീവ്സ്, ഹെഡർ ഫയൽസ്, മെയിൻ ഫംഗ്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ സെഷനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തിരുന്നു. ആരെങ്കിലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ആ വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. ഇന്നിനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നത് പോലെ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് വേരിയബിൾ എന്നും വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടതെന്നും കഴിഞ്ഞ സെഷനകത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഓക്കെ. In the last chapter, we discussed the significance of variables in a program. ഒരു പ്രോഗ്രാമിനകത്ത് വേരിയബിൾ ഉപയോഗിക്കേണ്ട ആവശ്യകത എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിരുന്നു. കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനാവശ്യമായ വാല്യൂസ് കീബോർഡിൽ നിന്ന് സ്വീകരിക്കുന്നത് സ്റ്റോർ ചെയ്ത് വെക്കാനും ആ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെയാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഒരു വേരിയബിൾ ആക്ച്വലി കമ്പ്യൂട്ടർ മെമ്മറിയിലെ ഒരു ലൊക്കേഷനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. എ വേരിയബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ടു വാല്യൂസ്. ഒരു വേരിയബിളിന് രണ്ട് വാല്യൂസ് ഉണ്ടാകും. ഒരു വേരിയബിളായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാല്യൂസ് ഉണ്ടാകും. എൽ വാല്യൂ, ആർ വാല്യൂ എന്നുള്ള മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഒരു വേരിയബിളായിട്ട് ബന്ധപ്പെട്ട് വേരിയബിൾ നെയിം, മെമ്മറി അഡ്രസ്, കണ്ടന്റ്, ഇങ്ങനെ മൂന്ന് ആസ്പെക്ട്സ് ഉണ്ട് ഒരു വേരിയബിളായിട്ട് ബന്ധപ്പെട്ടെന്ന് പഠിച്ചിരുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് ആസ്പെക്ട്സ് പറയുമ്പോൾ രണ്ട് വാല്യൂ നമ്മളവിടെ പറയാറുണ്ട്. ഒന്ന് എൽ വാല്യൂ, മറ്റൊരെണ്ണം ആർ വാല്യൂ. എൽ വാല്യൂ എന്തിനെ സൂചിപ്പിക്കുന്നു? അഡ്രസ്സിനെ സൂചിപ്പിക്കുന്നു. ആർ വാല്യൂ എന്തിനെ സൂചിപ്പിക്കുന്നു? കണ്ടന്റിനെ സൂചിപ്പിക്കുന്നു. When a variable is declared, a memory location with an address will be allocated. നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വേരിയബിളിന് ആവശ്യമായ സ്പേസ് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നു. ആ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പിനനുസരിച്ച്. ക്യാരക്ടർ ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ 1 ബൈറ്റ് മാത്രമേ മെമ്മറിയിൽ അലോട്ട് ചെയ്യുള്ളൂ. ഇന്റിജർ ആണെങ്കിൽ 4 ബൈറ്റ്സ് അലോട്ട് ചെയ്യും. ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അങ്ങനെ അലോട്ട് ചെയ്യുന്ന ആ ഓരോ സ്പേസുകളും അതിന്റെ അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൽ വാല്യൂ എന്ന് പറയുന്നത്. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന്റെ മെമ്മറിയിൽ ഏത് സ്പേസ് ആണ് ആ വേരിയബിളിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ സ്പേസിന്റെ അഡ്രസ് ആണ് ആ വേരിയബിളിന്റെ എൽ വാല്യൂ എന്ന് പറയുന്നത്. വാട്ട് വിൽ ഇറ്റ്സ് കണ്ടന്റ് ബി? അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന കണ്ടന്റിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടന്റ് എന്തായിരിക്കും? നമ്മൾ അങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാകുമോ? നമ്മൾ കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്നത് വരെയും അതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടന്റ് വരുമോ? നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ മെമ്മറിയിൽ ഒരു സ്പേസ് നമ്മളുടെ വേരിയബിളിന് വേണ്ടി റിസർവ് ചെയ്യുമ്പോൾ ആ സ്പേസ് ബ്ലാങ്ക് ആയിട്ടല്ല വരിക. ഇറ്റ് ഈസ് നോട്ട് ബ്ലാങ്ക് ഓർ സീറോ ഓർ സ്പേസ്. നമ്മൾ ഒരു വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് ഇന്റിജർ ആയാലും ക്യാരക്ടർ ആയാലും ഫ്ലോട്ട് ആയാലും അതിനാവശ്യമായ സ്പേസ് നമുക്ക് വേണ്ടി റിസർവ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും സ്പേസ് ബ്ലാങ്ക് ആയിട്ടല്ല നിർത്തുന്നത്. സാധാരണ നമുക്കൊരു സ്പേസ് റിസർവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊരു വാല്യൂ കൊടുക്കുന്നവരെയും ആ ഏരിയ ഫ്രീ ആയിട്ട് നിൽക്കുന്നു എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ C++ൽ കമ്പൈലർ ഉപയോഗിച്ചുകൊണ്ട് വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുത്തിരിക്കുന്ന ആ സ്പേസ് ഒരിക്കലും ഫ്രീ അല്ല. അവിടെ 0 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കില്ല, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിരിക്കില്ല. പിന്നെ എന്തായിരിക്കും അവിടെ വരിക? ദ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് വിത്ത് ഇന്റ് ഡേറ്റ ടൈപ്പ്. നമ്മൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾ ഇന്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ the content or the R value will be any integer within the allowed range. അതിനകത്തേക്ക് ഒരു വാല്യൂ കമ്പൈലർ റാൻഡം ആയിട്ട് എഴുതും.
നമുക്കറിയാം ഇന്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിന് 4 ബൈറ്റ്സ് അലോട്ട് ചെയ്യും. 4 ബൈറ്റ്സില് -214 crore 74,83,648 to 214 crore 74,83,647 എന്ന് പറയുന്ന റേഞ്ചിനകത്തുള്ള വാല്യൂ എഴുതാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന റേഞ്ചിൽ ഏതെങ്കിലും ഒരു വാല്യൂ റാൻഡം ആയിട്ട് അവിടെ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന വാല്യൂ ഒന്നുമല്ല, അത് റാൻഡം ആയിട്ട് അവിടെ ഒരു വാല്യൂ വരും. അതുകൊണ്ട് എന്തായിരിക്കും അവിടെ വരുന്ന വാല്യൂ എന്ന് നമുക്ക് മുൻകൂട്ടി പറയുക എളുപ്പമല്ല. ദിസ് നമ്പർ cannot be predicted or will not always be same. ഇവിടെ സിസ്റ്റം അല്ലെങ്കിൽ കമ്പൈലർ തനിയെ എഴുതുന്ന വാല്യൂ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചു പറയാൻ സാധിക്കില്ല. ഓരോ സമയത്തും അവിടെ വരുന്ന വാല്യൂ വ്യത്യസ്തമായിരിക്കാം. കാരണം 400 കോടിക്ക് മുകളിൽ ഉള്ള നമ്പേഴ്സ് ആണ് ഇതിനകത്ത് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ 400 കോടി നമ്പറുകൾ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ ഓരോ സമയത്തും എഴുതി വരിക. സോ വി വിൽ കോൾ ഇറ്റ് ഗാർബേജ് വാല്യൂ. അതുകൊണ്ട് ഇങ്ങനെ സിസ്റ്റം തനിയെ എഴുതുന്ന നമ്പറിന് വിളിക്കുന്ന പേരാണ് ഗാർബേജ് വാല്യൂ. നമുക്ക് ആവശ്യമുള്ള വാല്യൂ അല്ല, കമ്പൈലർ തനിയെ അവിടെ സ്റ്റോർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഗാർബേജ് വാല്യൂ എന്നാണ്. When we store a value into the variable, the existing content will be replaced by new value. നമ്മൾ ഒരു പുതിയ വാല്യൂ സ്റ്റോർ ചെയ്യുമ്പോൾ cin എന്ന് പറയുന്ന സ്ട്രീം ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വാല്യൂ അതിലേക്ക് എഴുതുമ്പോൾ ആ വാല്യൂ അതിലേക്ക് കീബോർഡിൽ നിന്ന് എൻട്രി ചെയ്യുമ്പോൾ ആ പഴയ വാല്യൂ റീപ്ലേസ് ചെയ്ത് പുതിയ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യും. The value can be stored in the variable either at the time of compilation or execution. ഇനിയും വാല്യൂ എപ്പോഴൊക്കെ എഴുതാം? നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്പേസ് കിട്ടി. സ്പേസ് കിട്ടുമ്പോൾ തന്നെ അവിടെ ഒരു വാല്യൂ റൈറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് കൊണ്ട് ഓർക്കുക, അങ്ങനെ റിസർവ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു വാല്യൂ എഴുതാൻ സാധിക്കും. നമ്മൾ ഇതുവരെ കണ്ടത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ എൻട്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, a = b + c. a എന്ന് പറയുന്ന വേരിയബിളിന് അനുവദിച്ചിരിക്കുന്ന സ്പേസിലേക്ക് b എന്ന് പറയുന്ന വേരിയബിളിലെയും c എന്ന് പറയുന്ന വേരിയബിളിലെയും വാല്യൂസ് ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു അല്ലെ. അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു വേരിയബിളിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ഇതിനപ്പുറം നമ്മൾ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. കാരണം എന്താണ്, നമ്മൾ ഇത് ഇപ്പൊ കണ്ടു, ഗാർബേജ് വാല്യൂ വരുന്നുണ്ട്. അവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ കമ്പൈലർ ഒരു വാല്യൂ അങ്ങോട്ട് റൈറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാമല്ലോ. അതിലേക്ക് ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പാടില്ലേ? അങ്ങനെ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ഗാർബേജ് വാല്യൂ വരാതെ നമുക്ക് ആവശ്യമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന വാല്യൂ അവിടെ റൈറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവിടെ റൈറ്റ് ചെയ്യാം? നമുക്ക് കമ്പൈലേഷന്റെ സമയത്ത് വാല്യൂ വേരിയബിളിലേക്ക് റൈറ്റ് ചെയ്യാം, അതുപോലെ എക്സിക്യൂഷന്റെ സമയത്തും വേരിയബിളിലേക്ക് വാല്യൂ റൈറ്റ് ചെയ്യാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ശ്രദ്ധിച്ച്, സപ്ലൈയിങ് വാല്യൂ ടു വേരിയബിൾ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഡിക്ലറേഷൻ ഈസ് കോൾഡ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനാവശ്യമായ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സപ്ലൈയിങ് വാല്യൂ ടു വേരിയബിൾ അറ്റ് ദ ടൈം ഓഫ് ഇറ്റ്സ് ഡിക്ലറേഷൻ ഈസ് നോൺ ആസ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ദിസ് വാല്യൂ വിൽ ബി സ്റ്റോർഡ് ഇൻ ദ റെസ്പെക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ ഡ്യൂറിംഗ് കമ്പൈൽ ടൈം. നമ്മൾ ഇതുവരെ പഠിച്ചത് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്താണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ വേരിയബിളിന് ആവശ്യമായ വാല്യൂ കൊടുക്കാൻ സാധിക്കുമെന്ന്. ഓക്കെ, അങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. ഓക്കെ, അതിന്റെ സിന്റാക്സ് നോക്കുക.
ഡേറ്റ ടൈപ്പ് വേരിയബിൾ, ഇതാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം, ഇതാണ് ഡിക്ലറേഷന്റെ രീതി. അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു വാല്യൂ നമ്മൾ അവിടേക്ക് അസൈൻ ചെയ്യുന്നു. ഡേറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം അസൈൻസ് എ വാല്യൂ. അപ്പൊ എന്ത് സംഭവിക്കും? വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാല്യൂ ആ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഇനി അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാതെയും നമുക്ക് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാം. ഈ രണ്ടാമത്തെ സിന്റാക്സ് അനുസരിച്ച് നോക്കുക. ഡേറ്റ ടൈപ്പ് വേരിയബിൾ നെയിം കഴിഞ്ഞിട്ട് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നതിന് പകരം ബ്രാക്കറ്റിൽ ആ വേരിയബിളിലേക്ക് വരേണ്ട വാല്യൂ എഴുതി കൊടുക്കുക. ഓക്കെ, ഈ രണ്ട് സിന്റാക്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും വേരിയബിൾ ഇനിഷ്യലൈസേഷന് വേണ്ടി. നമുക്കിനി എക്സാമ്പിൾ നോക്കാം. ആദ്യത്തെ ടൈപ്പ് അനുസരിച്ചുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. വേരിയബിളിന്റെ പേര് എഴുതി അസൈൻമെന്റ് ഓപ്പറേറ്റർ കൊടുത്ത് വാല്യൂ അസൈൻ ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. ഇന്റ് xyz അസൈൻസ് 120. ഇന്റ് xyz എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. അതിനോടൊപ്പം അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് 120 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു, വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു. ഇവിടെ ഗാർബേജ് വാല്യൂ വരില്ല. xyz എന്നുള്ള ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള വാല്യൂ 120 എന്നുള്ള വാല്യൂ അവിടെ സ്റ്റോർ ആകും. ഈ രണ്ടാമത്തെ സിന്റാക്സ് അനുസരിച്ചുള്ള വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ആണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ഇന്റ് xyz എന്ന് പറയുമ്പോൾ ഡിക്ലറേഷൻ ആണ്, വേരിയബിളിന്റെ ഡിക്ലറേഷൻ ആണ്. ഇനിയും അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാതെ ബ്രാക്കറ്റിൽ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂ പറഞ്ഞിരിക്കുന്നു. xyz സ്റ്റോർ ചെയ്യാനുള്ള വാല്യൂ 120 എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്റ് xyz = 120 എന്നോ ഇന്റ് xyz ഓഫ് 120 എന്നോ നമുക്ക് വേരിയബിൾ ഇനിഷ്യലൈസേഷന്റെ പാർട്ടായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? വേറൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്ലോട്ട് VAL വാല്യൂ = 0.12, B = 5.234. വേരിയബിൾ ഇനിഷ്യലൈസേഷൻ നമുക്ക് ഇതേപോലെ കോമ സെപ്പറേറ്റഡ് ആയിട്ട് എഴുതാം. ഒന്നിലധികം വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെല്ലാം വാല്യൂ അസൈൻ ചെയ്ത് പോകാം. അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത്. ഫ്ലോട്ട് VAL = 0.12, B = 5.234. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നതാണ്. k ക്യാരക്ടർ വേരിയബിൾ ആണ്. മെമ്മറിയിൽ 1 ബൈറ്റ് അലോട്ട് ചെയ്യാൻ വേണ്ടി ഡിക്ലെയർ ചെയ്തതാണ്. അതിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. ക്യാരക്ടർ കോൺസ്റ്റന്റ് a k എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഇനി ശ്രദ്ധിക്കുക. എ വേരിയബിൾ ക്യാൻ ഓൾസോ ബി ഇനിഷ്യലൈസ്ഡ് ഡ്യൂറിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളത് നേരത്തെ പഠിച്ചതാണ്. നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാമെന്ന് പഠിച്ചതാണ്. വേരിയബിൾ ഡിക്ലറേഷൻ ഒന്നുകിൽ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന് എവിടെയാണോ ഒരു വേരിയബിൾ ആവശ്യമായി വരുന്നത് അവിടെ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഒരു വേരിയബിൾ ആവശ്യം വരുമ്പോൾ അവിടെ വെച്ച് വേണമെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ പ്രോഗ്രാമിനകത്ത് എക്സ് എന്നും വൈ എന്നും രണ്ട് വേരിയബിൾ ഉണ്ടായിരുന്നു. അവയുടെ വാല്യൂ ഒക്കെ റീഡ് ചെയ്ത് ആ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോഴാണ് അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെന്നും അത് എങ്ങോട്ടെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നും നമുക്ക് വ്യക്തമായി നമ്മുടെ പ്രോഗ്രാമിനകത്ത്. അപ്പോൾ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്, ഫ്ലോട്ട് പ്രൊഡക്റ്റ്. എന്നാൽ ഫ്ലോട്ട് പ്രൊഡക്റ്റ് എന്ന് എഴുതിയിട്ട് അടുത്ത ലൈനിൽ പ്രൊഡക്റ്റ് = x × y എന്ന് എഴുതുന്നതിന് പകരം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഫ്ലോട്ട് പ്രൊഡക്റ്റ് = x × y എന്ന് ഒറ്റ ലൈനിൽ എഴുതാം. അതായത് എക്സ് എന്ന് പറയുന്ന വേരിയബിളും വൈ എന്ന് പറയുന്ന വേരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നു, അതിലേക്ക് വാല്യൂസ് കൊടുത്തു. നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് എക്സിന്റെയും വൈയുടെയും പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നത്. ആ പ്രൊഡക്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ ആവശ്യമുണ്ടെന്നും നമുക്ക് മനസ്സിലായി. എന്നാൽ ഈ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേറെ വേരിയബിൾസ് ഒന്നും ഇതുവരെ യൂസ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഡിക്ലെയർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്ലോട്ട് പ്രൊഡക്റ്റ് എന്നാണ്. അടുത്ത ലൈനിൽ നമ്മൾ എന്ത് എഴുതും? പ്രൊഡക്റ്റ് = x × y. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഒറ്റ ലൈനിൽ ഇപ്പൊ അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനും സാധിക്കും. അതിലേക്ക്
എക്സിന്റെയും വൈയുടെയും പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു വാല്യൂ കൊണ്ടുവരികയാണ്. ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു വാല്യൂ അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന്, ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്ത് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഡൈനമിക് ഇനീഷ്യലൈസേഷൻ. A variable can also be initialized during the execution of the program. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യാം. അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡൈനമിക് ഇനീഷ്യലൈസേഷൻ. നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വേരിയബിൾ ആവശ്യമായി തോന്നി, അപ്പോൾ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഡൈനമിക് ഇനീഷ്യലൈസേഷൻ. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതൊരു എക്സാമ്പിൾ കൂടെ കാണാൻ സാധിക്കും. ഈ എക്സ്പ്രഷൻ എന്താണ്? P into N into R divided by 100 എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുലയാണ്. അതില് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്പർ ഓഫ് ഇയേഴ്സ്, പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു എമൗണ്ടിന് കുറെ വർഷത്തേക്ക് ഈ പറഞ്ഞിരിക്കുന്ന R എന്ന് പറഞ്ഞിരിക്കുന്ന റേറ്റില് ഇൻട്രസ്റ്റ് എത്ര കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. P എന്ന് പറയുന്ന വേരിയബിളിലേക്കും N എന്ന് പറയുന്ന വേരിയബിളിലേക്കും R എന്ന് പറയുന്ന വേരിയബിളിലേക്കും വാല്യൂ ഒക്കെ റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാണാൻ ശ്രമിക്കുന്നത്. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇൻട്രസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്തതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നപ്പോൾ ഒരു വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഫ്ലോട്ട് ഇൻട്രസ്റ്റ്. ഫ്ലോട്ട് ഇൻട്രസ്റ്റ് എന്ന് മാത്രം കൊടുത്താൽ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. 4 ബൈറ്റ്സ് മെമ്മറിയിൽ അലോട്ട് ചെയ്യും. ആ മെമ്മറിയിൽ കമ്പൈലർ അതിന് ഇഷ്ടമുള്ള ഒരു വാല്യൂ, ഗാർബേജ് വാല്യൂ റൈറ്റ് ചെയ്യും. ആ ഗാർബേജ് വാല്യൂ റൈറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇൻട്രസ്റ്റ് ഈക്വൽ ടു P ഇൻറ്റു N ഇൻറ്റു R ബൈ 100 എന്ന് എഴുതുന്ന ഒഴിവാക്കി ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ഈ വേരിയബിൾ ആവശ്യമായ സ്പേസ് എടുക്കാനും ആ സ്പേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആ വാല്യൂ സ്റ്റോർ ചെയ്യാനും നമ്മളിവിടെ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി മെമ്മറിയിൽ ഒരു സ്പേസ് എടുത്തു. അങ്ങനെ എടുത്ത സ്പേസിലേക്ക് P, N, R ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് 100 വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഡൈനമിക് ഇനീഷ്യലൈസേഷൻ പറയുന്നത്. പ്രോഗ്രാം എക്സിക്യൂഷന്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഡൈനമിക് ഇനിഷ്യലൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വേരിയബിൾ എന്താണ്, വേരിയബിളായിട്ട് ബന്ധപ്പെട്ട 3 ആസ്പെക്ട്സ് എന്താണ്, അതിൽ എൽ വാല്യൂ എന്താണ്, ആർ വാല്യൂ എന്താണ്, നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വേരിയബിൾ അനുവദിക്കുന്ന സ്പേസ് എപ്പോഴും ബ്ലാങ്ക് ആയിരിക്കുമോ അല്ലെങ്കിൽ 0 ആയിരിക്കുമോ, അല്ല വേറെ എന്തെങ്കിലും വാല്യൂ വരുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും റൈറ്റ് ചെയ്യുന്നത്, കമ്പൈലറാണ് റൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വാല്യൂ വിളിക്കുന്ന പേര് ഗാർബേജ് വാല്യൂ എന്നാണ്. ഗാർബേജ് വാല്യൂ വരാതെ ആ മെമ്മറിയിൽ അലോട്ട് ചെയ്യുന്ന സ്പേസിലേക്ക് കണ്ടന്റ് കൊടുക്കാൻ മാർഗം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. അതിന് പറയുന്ന പേരാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന്. വേരിയബിൾ ഇനീഷ്യലൈസേഷനും ഉണ്ട്, ഡൈനമിക് ഇനീഷ്യലൈസേഷനും ഉണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇപ്പോൾ ഈ സെഷനകത്ത് കണ്ടു. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിസ് മോഡിഫയർ, ടൈപ്പ് മോഡിഫയർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, വീഡിയോ കാണാൻ ശ്രമിക്കുക.